നമസ്കാരം. ചെറിയ രീതിയിൽ സോൾവ് ആക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും അതോടൊപ്പം തന്നെ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖയും തമ്മിലുണ്ടായിരുന്നത്. ഒരു ഓഫീസ് വിവാദമാണ്. അത് സ്വാഭാവികമായിട്ടും കൗൺസിലർ എന്ന നിലയിൽ അവിടെ ആ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലർ ഉപയോഗിക്കേണ്ട ഓഫീസാണ്. പക്ഷെ MLA അത് അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നല്ല പിള്ള ചമയാൻ വേണ്ടി VK പ്രശാന്ത് കാണിച്ച ഒരു നീക്കമാണ് അത് CPM തന്നെ തലവേദനയായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ നേരെ ഈ കേസില്ലാ വക്കീലന്മാർ കുറെ CPM തന്നെയുണ്ട്. എന്തെങ്കിലുമൊക്കെ കേസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ CPM മുന്നിൽ നല്ല പിള്ള ചമയാൻ വേണ്ടി ഒരു കേസില്ലാ വക്കീൽ നേരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകി. അതായത് ശാസ്തമംഗലം വാർഡ് കൗൺസിലറായ ശ്രീലേഖ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി അടച്ചിട്ടിരുന്ന മുറിയൊക്കെ തള്ളി തുറന്നു. ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിക്കുന്ന രീതിയിലായി ശ്രീലേഖ കുറെ ആളുകളൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഓഫീസൊക്കെ അടിച്ചു തകർക്കാൻ ശ്രമിച്ചു എന്നൊക്കെ രീതിയിലാണ് ആ കേസില്ലാ വക്കീല് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയത്. ഈ പരാതി സ്വാഭാവികമായി മുഖ്യമന്ത്രി എന്ത് ചെയ്തു? DGPക്ക് അത് പറ്റി അന്വേഷണം നടത്താൻ അല്ലെങ്കിൽ നിയമോപദേശം നേടാനായിട്ട് DGPയുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ, അപ്ഡേറ്റുകൾ നോക്കിക്കോളൂ. അത് സ്വാഭാവികമായിട്ടും ഈ കേസും കൊണ്ട് ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഹൈക്കോടതി തന്നെ ആ വക്കീലിന് നേരെ ഒരു കേസ് എടുക്കും. സ്വാഭാവികമായിട്ട് പിഴയും ചുമത്തും. കാരണം കോടതിയുടെ സമയം വെറുതെ പാഴാക്കിയതിനും കോടതിയെ കളിയാക്കിയതിനും എന്ന് പേര് പറഞ്ഞിട്ട് വേണമെങ്കിൽ കോടതി തന്നെ ആ വക്കീലിന് നേരെയും അല്ലെങ്കിൽ ഈ കേസ് പോലീസ് എടുത്താൽ പോലീസിനെ കോടതിയിലിട്ട് നിർത്തിപ്പൊരിക്കാനും കോടതിക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ ഈ കേസിനെ തള്ളിക്കളയാനും സാധിക്കും. കാരണം ഇതിനകത്ത് വലിയ ഇതൊന്നുമില്ല. കാരണം തെളിവുകളൊന്നും തന്നെയില്ല. അത് മാത്രമല്ല ശ്രീലേഖ നേരിട്ട് ചെന്ന് പറയുകയാണ് ചെയ്തത് VK പ്രശാന്തിനോട്, എനിക്ക് ഈ ഓഫീസിൽ ഇരിക്കാനൊരു പരിമിതിയുണ്ട്, സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ കുറച്ച് ഇത്തിരി വിസ്തൃതി കൂടിയ ഒരു ഓഫീസ് ഏരിയ എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നത്, നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കരാർ മാറുന്നതനുസരിച്ച് നിങ്ങളത് മാറ്റുന്ന എനിക്ക് വലിയൊരു ഉപകാരമായിരുന്നു എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. പക്ഷെ അതാണ് ഈ മണ്ണൻ MLA അതിനെ എടുത്ത് വലിയ കത്തിച്ച് ആളാവാൻ വേണ്ടി നോക്കിയത്. പക്ഷെ കുഴിച്ച കുഴിയിൽ VK പ്രശാന്ത് തന്നെ വന്ന് വീണു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM-മാരെല്ലാം നമുക്കറിയാം മണ്ടന്മാരാണ്. അതുകൊണ്ട് തന്നെ പ്രശാന്തിന് നമ്മൾ ഒരു പ്രത്യേക കാറ്റഗറി കൊടുക്കേണ്ട കാര്യമില്ല. നിലവിൽ ശ്രീലേഖ പറയുന്നത് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ മുഖ്യമന്ത്രിക്ക് തനിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. MLA-യുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയെന്നാണ് പരാതി. അനന്തര നടപടിക്ക് പരാതി മുഖ്യമന്ത്രി DGPക്ക് കൈമാറിയെന്നാണ് അറിയുന്നത്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്ക് കാണാം. ഡിസംബർ 31 വളരെ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. ഒരുപാട് പേര് എന്നെ ഓഫീസിൽ കാണാൻ വന്നു. കുറേയധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി, കുറേ കാര്യങ്ങൾ ചെയ്തു. ഇതിനിടെ പതിവ് പോലെ ഞാൻ ന്യൂ ഇയർ ഡിന്നറും ഉണ്ടാക്കി കേട്ടോ. അതിലും തിരക്കായിട്ട് ന്യൂ ഇയർ ഡേ കടന്നുപോയി. ഒരു ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു പുതിയ കൗൺസിലേഴ്സിന്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ഒരു റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രി വൈകിട്ട് വന്നപ്പോൾ കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLA-യുടെ ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? ഡിസംബർ 31 വളരെ തിരക്കേറിയ ദിവസമായിരുന്നു. ഒട്ടേറെ പേർ കാണാൻ വന്നു. കുറെ അധികം സ്നേഹ സമ്മാനങ്ങൾ കിട്ടി, കുറെ അധികം കാര്യങ്ങൾ ചെയ്തു. തിരക്കിനിടയിൽ ന്യൂ ഇയർ ഡിന്നർ ഉണ്ടാക്കി. ഇതിലും തിരക്കായി ന്യൂ ഇയർ ഡേ കടന്നുപോയി. പുതിയ കൗൺസിലർമാർക്കുള്ള ട്രെയിനിങ് പരിപാടിയിലും പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം റെസിഡൻസ് അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷനിലും പങ്കെടുത്തു. അത് കഴിഞ്ഞ് വന്നപ്പോൾ കേൾക്കുന്ന വാർത്തയാണ് ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. MLA-യുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി അത് തുറന്നുവെന്നാണ്, എനിക്കെതിരെ കേസെടുക്കണമെന്നാണ് ആ വക്കീൽ പറഞ്ഞത്. അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്നാണ് പരാതി. ഈ പരാതി DGPക്ക് തുടർ നടപടിക്കായി അയച്ചുവെന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. കൗൺസിലർ ഓഫീസിൽ പുതിയ നൈറ്റ് ബോർഡ് സ്ഥാപിച്ച് ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ശ്രീലേഖ ആ ഫോട്ടോയും ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. MLA VK പ്രശാന്തിന്റെ നൈറ്റ് ബോർഡിന് മുകളിലാണ് കൗൺസിലർ ബോർഡ് സ്ഥാപിച്ചത്. നൈറ്റ് ബോർഡിന്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രീലേഖ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ശ്രീലേഖയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് അഭിഭാഷകൻ പരാതി നൽകിയ സംഭവത്തിലാണ് അവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത്.